ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എക്കണോമിക്സ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് എക്കണോമിക്സ് ആണ് അല്ലേ. ഇതിന് മുമ്പ് നമ്മൾ ഇന്ത്യ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹിസ്റ്ററി എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. 2 ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യ സാമ്പത്തിക രംഗമാണ് എടുത്തത് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠിക്കേണ്ട SCERT ചാപ്റ്ററും NCERT ചാപ്റ്ററും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇതേ ടോപ്പിക് തന്നെയാണ്. കാരണം ഇനിയും നമുക്ക് ഈ ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ബജറ്റ്, വരുമാനം, ദേശീയ വരുമാനമൊക്കെ എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, ദേശീയ വരുമാനത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന NCERT ചാപ്റ്റേഴ്സും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടും. കാരണം നമുക്ക് വേഗം തന്നെ നമുക്ക് പഠിച്ച് തീർക്കണം അല്ലേ. എക്സാമിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. എക്കണോമിക്സിൻ്റെ SCERT ചാപ്റ്റേഴ്സ് മാത്രം ഞാൻ ചെയ്തു തരാം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ചെയ്തു തരാം. NCERT ചാപ്റ്റേഴ്സ് നമ്മൾ +1 ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെയാണ് നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ NCERT അതായത് +1 നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ക്ലാസ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നോട്ട്സൊക്കെ ഞാൻ തരാം. ഈ ഒരു സ്റ്റോറേജിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉള്ള കാരണമാണ് നമുക്ക് നോട്ട്സ് ഞാൻ അധികം തരാത്തത്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ അതിൽ ഫോർവേഡ് ചെയ്ത് തരാം. ഇതുപോലെ ചെറിയ നോട്ട്സുകളൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമ്മൾ പഴയ SCERTയും പുതിയ SCERTയും അതുപോലെ തന്നെ NCERT ക്ലാസ്സുകളും ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും ക്ലാസ്. നമുക്ക് ഇപ്പോൾ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ടോപ്പിക്സുകളൊക്കെ അധികം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഞാൻ തരാം. NCERT ചാപ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ SCERT ആണ് നോക്കാറ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്ത പോലെ തന്നെ ആദ്യം SCERT നോക്കാം, അതിനുശേഷം NCERT ചാപ്റ്ററും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം SCERT നോക്കാം, അതിനുശേഷം നമുക്ക് NCERT നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉൽപ്പാദന ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത്, ഉൽപ്പാദന ഘടകങ്ങൾ. അതുപോലെ തന്നെ അതിന് വേണ്ടി ഇപ്പോൾ സമ്പദ് വ്യവസ്ഥ, അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് SCERTയിലും പറയുന്നുണ്ട്, NCERTയിലും പറയുന്നുണ്ട്. അപ്പോൾ NCERTയിൽ നോക്കുകയാണെങ്കിൽ +2 കേട്ടോ അതിനെക്കുറിച്ചിട്ടൊക്കെ വരുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, ആ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിലാണ് ഈ ഒരു ടോപ്പിക്സുകളൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വരുന്നത് ഇതാണ്. ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതൊക്കെ വരുന്നത് നമുക്ക് ഈ +1 NCERTയിലാണ്. ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നോട്ടൊക്കെ ഞാൻ തരാം. അതുപോലെ തന്നെ +2 NCERT ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. ഞാൻ NCERTയിൽ ഈ +2 ഞാൻ പറഞ്ഞില്ല മൈക്രോ ഒന്ന് വായിച്ചിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നമുക്ക് നോട്ട്സ് ആണെങ്കിലും കുറച്ച് ഡീപ്പായിട്ടാണ്. അപ്പോൾ അതിൽ ഡീപ്പായിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അതായത് എക്കണോമിക്സ് എന്നല്ല മൈക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നമുക്ക് 2 വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു PDF ഞാനൊന്ന് ടെലഗ്രാമിൽ ഇടാം. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാളെ നമുക്ക് ഈ ഒരു ക്ലാസ് എടുക്കാം, ബജറ്റ് വരുമാനമൊക്കെ ക്ലാസ് എടുക്കാം. അതിന് ശേഷം ആ ഒരു ക്ലാസ് എന്തായാലും ആ ഒരു PDF ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഞാനങ്ങനെ ആ
ആവശ്യമുള്ളത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞു ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ. ഇന്ന് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? ഇല്ല അല്ലേ? മുട്ടുസൂചി മുതൽ കൃത്രിമോപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പേന, പുസ്തകം എന്നൊക്കെ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? പേന, പുസ്തകമൊക്കെ ഒരു ദിവസം അല്ലേ നമ്മൾ സ്കൂൾ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നത്. പേന, പുസ്തകമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്നാണ് പറയുന്നത്. സാധനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാധനങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ പൂർത്തീകരിക്കുവാൻ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം അച്ചടിച്ചത് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്സിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ പല ആളുകളുടെയും പ്രവർത്തന ഫലമായിട്ടായിരിക്കും എന്ത് കിട്ടിയിട്ടുണ്ടാകുക? പുസ്തകം കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയേണ്ട, ഒരു പുസ്തകം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം സേവനങ്ങൾ ആവശ്യമാണ് അല്ലേ? നമ്മൾ ഒരു പുസ്തകം കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ അധ്വാനം നടന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കുറേ ആൾക്കാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പുസ്തകം കിട്ടിയിട്ടുള്ളത് അല്ലേ? പുസ്തകം എന്നല്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് പുസ്തകമാണ്. ഇപ്പോൾ നോക്കിയേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കാം? തൊഴിലാളികൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ, പുസ്തക വിതരണക്കാരൊക്കെ ഉണ്ടായിരിക്കില്ലേ? ഇതിനിടയിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയായിരിക്കാം? തൊഴിലാളികൾ, ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ, പുസ്തക വിതരണക്കാർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇവരെല്ലാം നൽകുന്നത്? എന്താണ്? സേവനങ്ങളാണ് അല്ലേ? ഇവരെല്ലാം നൽകുന്നത് എന്താണ്? സേവനങ്ങളാണ്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചറിയാം. എന്താണ് പറയുന്നത്? സേവനങ്ങൾ എന്ന് പറയുന്നത് കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചാണ് അറിയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്? ഉൽപ്പാദനം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അതായത് നമുക്കൊരു കയ്യിൽ ഒരു സാധനം, ഒരു വസ്തു കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കുറേ ആൾക്കാരുടെ കൈകളിൽ എത്തിയിട്ടായിരിക്കാം, നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അതിന് പിന്നിൽ കുറേ പ്രയത്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? ഇപ്പോൾ തൊഴിലാളികൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പുസ്തകം കൊണ്ടുപോകാനായിട്ട്, ഒരു പുസ്തകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗതാഗത സൗകര്യം വേണം അല്ലേ? പുസ്തകം കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ പുസ്തകം അച്ചടിച്ച് ഇറക്കുവാനായിട്ട് അവിടെ തൊഴിലാളികൾ വേണം. അതുപോലെ തന്നെ വിതരണക്കാർ വരണം അല്ലേ? വിതരണം ചെയ്യാനായിട്ട്. അങ്ങനെ പല പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന എന്താണ്? സേവനങ്ങളാണ് അല്ലേ? സേവനങ്ങൾ എന്ന് പറയുന്നത് കാണാനോ കഴിയുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് കാണാനോ സ്പർശിക്കുവാനോ, നമ്മൾ എന്താ പറഞ്ഞത്? കാണുവാനോ അതുപോലെ തന്നെ സ്പർശിക്കുവാനോ കഴിയാത്തതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്? സേവനങ്ങൾ എന്ന് പറയുന്നതും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, പക്ഷെ എന്താ? അനുഭവിച്ചറിയാനായിട്ട് പറ്റും. അധ്യാപനം എന്ന് പറയുന്ന ഒരു സേവനമാണല്ലേ? നമുക്ക് കാണാനോ കഴിയാനോ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്താ? അനുഭവിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ എന്ത് ലഭിക്കാറുണ്ട്? സേവനങ്ങൾ ലഭിക്കുവാറുണ്ട്. നാം ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും പട്ടികപ്പെടുത്തിയാൽ ധാരാളം ഉണ്ടാകും. ഇത്രയും സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഇത്രയും സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമാണ് നമുക്കിത് ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്? എന്താണ് ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുക, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അങ്ങനെ ഉൽപ്പാദന ഫലമായിട്ട് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉൽപ്പാദന ഫലമായിട്ട് ലഭിക്കുന്നതിനെയാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. നോക്കി ഒരു നെല്ല് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ നെല്ലെന്ന് പറയുന്നൊരു ഉൽപ്പന്നമാണ് അല്ലേ? അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും? നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാറ് നടീൽ, കളപ്പറിക്കൽ, വളം വിതറൽ, അതുപോലെ തന്നെ എന്താണ്? കൊയ്ത്ത്, തട്ടമെതിക്കൽ, നെല്ല് ശേഖരിക്കൽ എന്നിങ്ങനെ പല പ്രോസസ്സുകളിലൂടെയും കടന്നു പോയിട്ടാണ് നെല്ല് ലഭിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പ്രോസസ്സ് എന്ന് പറയുന്നത്?
നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, ഞാർനടിയിൽ, കള പറിക്കൽ, വളം വിതറൽ, അതുപോലെ തന്നെ കൊയ്ത്ത്, കറ്റമെതിക്കൽ, നെല്ല് ശേഖരിക്കൽ എന്നിങ്ങനെ പല പ്രോസസ്സ് ഉണ്ട് അല്ലേ, നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അല്ലേ ഓരോ പ്രോസസ്സ് എന്ന് പറയുന്നതും. അപ്പോൾ ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട്? തൊഴിലാളികൾ, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യനിർമ്മിത വസ്തുക്കൾ. എന്തൊക്കെയാണ്? തൊഴിലാളികളുണ്ട് അല്ലേ, അവിടെ തൊഴിലെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികളുണ്ട്. പ്രകൃതി വിഭവങ്ങൾ വെച്ച് എന്താണ്? ഭൂമി, ജലം, മണ്ണ്, വായു എന്നിവയൊക്കെ വേണം. അപ്പോൾ പ്രകൃതി വിഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ, വളം, വിത്ത്, യന്ത്രങ്ങൾ എന്നൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിത വസ്തുക്കളാണ്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് മാത്രമേ ഉൽപ്പാദനം നടത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിലെന്താണ്? കുറേ ഉൽപ്പാദന ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? സഹായിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ? എന്തൊക്കെ സഹായിക്കുന്ന എന്തൊക്കെയായിരിക്കണം? ഭൂമി, തൊഴിൽ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? സംഘാടനം, മൂലധനം എന്നിവയൊക്കെയാണ് എന്ത് പറയുന്നത്? ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഉൽപ്പാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കി, ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയാണ്ടോ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കുറച്ച് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെരുപ്പ് തുന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യന്ത്രങ്ങളുണ്ട് അല്ലേ? യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഷൂ ആകൃതിയിലാക്കിയിട്ടുണ്ട്. അത് വിതരണം ചെയ്യുവാനായിട്ട് ലോറിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ചെരുപ്പ് എന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നത് എന്തെല്ലാം ഘടകങ്ങളാണ് ഇവിടെ സഹായിച്ചിട്ടുള്ളത്? കെട്ടിടങ്ങളുണ്ട്, യന്ത്രങ്ങളുണ്ട്, തൊഴിലാളികൾ, വൈദ്യുതി, സംഘാടകൻ എന്നിവരൊക്കെ ഉണ്ട് അല്ലേ? കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, തൊഴിലാളികൾ, വൈദ്യുതി, സംഘാടകൻ. ഇവ എങ്ങനെയാണ് ചെരുപ്പ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവായിട്ട് 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എത്രയാണ്? 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, മൂലധനം, തൊഴിൽ, സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി എന്ന് വെച്ചാൽ എന്താണ്? ലാൻഡ്, തൊഴിൽ, ലേബർ, മൂലധനം, ക്യാപിറ്റൽ, സംഘാടനം, ഓർഗനൈസേഷൻ. ഇവ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കണം. അപ്പോൾ ഭൂമി എന്ന് വെച്ചാൽ എന്താണ്? ലാൻഡാണ് അല്ലേ? ഭൂമി എന്ന് വെച്ചാൽ ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും എന്താണ്? ഭൂമി എന്നതിൽ പെടും. ഭൂമി എന്നതിൽ എന്തൊക്കെ വരും? സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. എന്തൊക്കെയാണ്? ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അപ്പോൾ ഭൂമി എന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമിയിൽപ്പെടും. അതായത് ഭൂമിയുടെ ഉൾഭാഗമാണെങ്കിലും പുറം ഭാഗമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് എല്ലാ ഭൗമ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിലും എല്ലാം അതും എന്തിൽ വരും? ഈ ഭൂമി എന്ന് പറയുന്ന ഘടകത്തിൽ വരും. ഇനി അപ്പോൾ ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുന്ന പറഞ്ഞല്ലേ? ഭൂമിയുടെ ഉള്ളിലും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ എന്തൊക്കെയാണ്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി എന്നിവയൊക്കെ എന്താണ്? ഭൂമിയിലുള്ള പ്രകൃതി വിഭവങ്ങളാണ് അല്ലേ? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി എന്നിവയൊക്കെ എന്താണ്? ഭൂമിയിലുള്ള പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഭൂമി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഉൽപ്പാദന പ്രക്രിയയിൽ കുറേ ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു, കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്? എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്? ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം അല്ലെങ്കിൽ റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്? എന്താണ്? പാട്ടം ആണ്. അപ്പോൾ അതുണ്ടോ ഭൂമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രതിഫലമാണ് പാട്ടം. അപ്പോൾ ഭൂമിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മെ ഭൂമി എന്ന് വെച്ചാൽ ഒരു ഉൽപ്പാദന ഘടകമാണ്. അതാണെന്നുണ്ടെങ്കിൽ ഭൂമി എല്ലാ എന്താ പറയുക വിശാലമായ വിസ്തൃതിയിലെ ഇതിനാണ് ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഭാഗം, അതായത് ഭൗമാന്തരീക്ഷം, ഭൗമാന്തർഭാഗം, അതുപോലെ തന്നെ ഭൗമോപരിതലം. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും എന്തിൽ വരും? ഈ ഭൂമിയിൽ വരും അല്ലേ? ഭൂമിയുടെ ഫാക്ടേഴ്സിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ പ്രകൃതി വിഭവങ്ങളും, അതായത്
വായു, ജലം, മണ്ണ്, കൽക്കരി എന്നിവയൊക്കെ എന്തിൽ വരുന്നതാണ്? ഭൂമിയിൽ വരുന്നതാണ്. ഇനി ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പാട്ടമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഉൽപ്പാദന ഘടകമാണ് തൊഴിൽ ട്ടോ. ലേബർ എന്ന് വെച്ചാൽ തൊഴിൽ എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? അവരുടെ അധ്വാനശേഷിയിലെ തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അറിയാലോ, നമ്മൾ തൊഴിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. അപ്പോൾ അധ്വാനശേഷിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ തൊഴിലാളികൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക? അധ്വാനശേഷിയായിരിക്കും ഉപയോഗിക്കുക അല്ലേ? അതായത് നമ്മൾ നോക്കി ആദ്യം തന്നെ ചകിരി തൊണ്ടെടുക്കണം. അതുപോലെ തന്നെ ഇത് പോയിട്ട് എന്ത് ചെയ്യണം? കുളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇത് അഴുകിക്കണം അല്ലേ? അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അതിനെ അടിച്ച് എന്താക്കി മാറ്റും? ചകിരി നാരാക്കി മാറ്റും. അതിനുശേഷം എന്ത് ചെയ്യും നോക്കി? അടിക്കണ്ടില്ലേ ഇവിടെ? അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നൂലാക്കി കയറാക്കി മാറ്റുന്നതിനായിട്ട് പല പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അധ്വാനശേഷിയിൽ അവിടെ ഉപയോഗിക്കുന്നത്, അതായത് തൊഴിലാളികളുടെ അധ്വാനശേഷിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന് എന്ത് വേണം? അധ്വാനശേഷി വേണം. അതുപോലെ ആവശ്യമായ നിറങ്ങൾ ചേർക്കുക, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഉൽപ്പന്ന വിതരണം എന്നിവയ്ക്കൊക്കെ എന്ത് വേണം? തൊഴിലാളികളുടെ അധ്വാനശേഷി വേണം. അപ്പോൾ ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കില്ലേ? അതിനെയാണെന്ന് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ. അധ്വാനശേഷിക്ക് എന്താണ്? പ്രതിഫലം ലഭിക്കണം അല്ലേ? അങ്ങനെ പ്രതിഫലം ലഭിച്ചാൽ മാത്രമാണ് അത് തൊഴിലാവുകയുള്ളൂ. വീട്ടിലെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അതിനെ തൊഴിലായിട്ട് പരിഗണിക്കില്ല. എന്നാ പറയുന്നത്, നമ്മൾ കുടുംബാംഗങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? അധ്വാനശേഷിക്ക് എന്തില്ല? പ്രതിഫലം ലഭിക്കുന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ പ്രതിഫലം ലഭിച്ചാൽ മാത്രമാണ് അതിനെ തൊഴിൽ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തിട്ട് പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തൊഴിലായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയാണ്. എന്താണ്? ഇത് മിക്കപ്പോഴും പണമായിട്ടാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായിട്ട് ചിലപ്പോൾ തെങ്ങ് കയറ്റുന്ന പ്രതിഫലമായിട്ട് തേങ്ങ നൽകാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ ഉപയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണല്ലേ? തൊഴിലാളികൾ ഉപയോഗിക്കുന്നവരുടെ അധ്വാനശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നത് നഷ്ടമാകും അല്ലേ? അപ്പോൾ ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ പിറ്റേ ദിവസത്തേക്കായിട്ട് കരുതി വയ്ക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തൊഴിലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ അധ്വാനശേഷിയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അല്ലേ? തൊഴിലാളികളുടെ അധ്വാനശേഷിയാണ് ഈ തൊഴിലിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ്? കൂലിയാണ് ലഭിക്കുന്നത്. എന്നാൽ കൂലി എന്ന് വെച്ചാൽ പണമായിട്ട് ലഭിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വസ്തുക്കളായിട്ടും ലഭിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ തൊഴിലായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അധ്വാനശേഷി ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലാണ് കേട്ടോ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്.
അപ്പോൾ എന്താണ് പറഞ്ഞത്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കൂടിയാണ് മൂലധനം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കയർ ഫാക്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യന്ത്രങ്ങൾ വേണം അല്ലേ. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഒരു മൂലധനമാണ്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേതനം നൽകണം, അതെന്ന് പറയുന്നത് വേതനം നൽകുക എന്ന് പറയുന്നത് ഒരു മൂലധനമാണ്. അതുപോലെ തന്നെ ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക എന്നിവയൊക്കെ മൂലധനത്തിൽ പെടുന്നവയാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കുവാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കണം, അതുപോലെ തന്നെ കാണാനും സ്പർശിക്കുവാനും കഴിയണം അല്ലേ, കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് മൂലധനം എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉൽപ്പാദന പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, യന്ത്രങ്ങളും വാഹനങ്ങളും കമ്പ്യൂട്ടറുകളൊക്കെ ഉപയോഗിക്കാം, അതിവയൊക്കെ മൂലധനത്തിലാണ് പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് മൂലധനത്തിനെ കുറിച്ചിട്ട്? എന്തൊക്കെയാണ് പറഞ്ഞത്, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക അല്ലേ. നമ്മൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, മൂലധനം ചെയ്യുന്നത്. അതായത് തൊഴിൽ വേതനം നൽകുക, അല്ലെങ്കിൽ ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറികൾ സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങിക്കുക, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക എന്നിവയൊക്കെ ഇതിൽ വരുന്നത് മൂലധനത്തിൽ പേരല്ലേ. അതുപോലെ തന്നെ മൂലധനത്തിൽ എന്ത് പറഞ്ഞു, നമുക്കത് കാണാനായിട്ടും സ്പർശിക്കുവാനും പറ്റും. അതുപോലെ തന്നെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണെന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് യന്ത്രങ്ങളും വാഹനങ്ങളും കമ്പ്യൂട്ടറുകളൊക്കെ എന്താണ്, മൂലധനത്തിൽ പെടുന്നവയാണ്. ഇനി എന്താണ് വിജ്ഞാന മൂലധനം എന്ന് പറയുന്നത്? മൂലധനം നമുക്ക് പറയില്ലേ, കാണാൻ സ്പർശിക്കാനൊക്കെ പറയുന്നത്. എന്നാൽ വിജ്ഞാന മൂലധനം വെച്ചാൽ എന്താണ്, നാം ഇന്ന് ജീവിക്കുന്ന വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അപ്പോൾ വിജ്ഞാന മൂലധനം എന്ന് വെച്ചാൽ എന്താണ്, നാം ഇന്ന് ജീവിക്കുന്ന എവിടെയാണ്, വിജ്ഞാന സമൂഹത്തിലാണ്. ഒരു സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? മൂലധനം മറ്റു ഉൽപ്പാദന ഘടകങ്ങളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ എന്ന് പറയുന്നത്. അപ്പം മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്, പലിശയാണ്. എന്തൊക്കെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്? മൂലധനം മറ്റു ഉൽപ്പാദന ഘടകങ്ങളെ സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്, പലിശയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഭൂമി, തൊഴിൽ, മൂലധനം പഠിച്ചു അല്ലേ. നെക്സ്റ്റ് ആണ് സംഘാടനം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ പേരിൽ തന്നെ അല്ലേ, സംഘടിപ്പിക്കുക. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുക എന്നിവയാണ് സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ സംഘാടനം നടത്തുന്ന വ്യക്തി എന്ന് പറയാം സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഈ മൂന്നെണ്ണം കൂടിയിട്ട് ഒരുമിച്ച് യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, സംഘാടനം ലഭിക്കും. സംഘാടനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പാദനം നടക്കും. ഉൽപ്പാദനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഉൽപ്പന്നം ഉണ്ടാകും അല്ലേ. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകൻ്റെ പങ്കെന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിലുള്ള പ്രതിഫലം എന്താണ്, ലാഭമാണ്. മൂലധനത്തിന് എന്തായിരുന്നു, പലിശയായിരുന്നു. സംഘാടനത്തിന് എന്താണ്, ലാഭമാണ്. ഇത്രയൊക്കെയാണ് എന്തിൽ പറയുന്നത്, സംഘാടനത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഉൽപ്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപ്പാദനം എന്ന പ്രക്രിയ നിരന്തരമാക്കുന്നു. ഉൽപ്പാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ് അല്ലേ. അതെങ്ങനെയാണ് നിരന്തരമായി തുടരുന്നതെന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കി, ഗാർഹിക യൂണിറ്റ് നൽകിയിട്ടുണ്ട്, ഉൽപ്പാദന യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇതിൽ ഗാർഹിക യൂണിറ്റിൽ നിന്നുള്ള എന്താണ് പറയുന്നത്, സാധനങ്ങളും സേവനങ്ങൾക്കുള്ള വിലയാണ് ഉൽപ്പാദന യൂണിറ്റിന് കൊടുക്കുന്നത്. എന്നാൽ ഉൽപ്പാദന യൂണിറ്റിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ആര് കൊടുക്കുന്നുണ്ട്, വീടിന് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉൽപ്പാദന യൂണിറ്റിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള വില എന്ത് ചെയ്യും, നമ്മൾ ഗാർഹിക യൂണിറ്റുകാരെ ഉൽപ്പാദന യൂണിറ്റിന് കൊടുക്കും അല്ലേ. ഗാർഹിക യൂണിറ്റുകാരെ അതിനുള്ള വില കൊടുക്കും.
അതുപോലെ തന്നെ നമ്മൾ ഗാർഹിക യൂണിറ്റുകാർ എന്ത് കൊടുക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾ കൊടുക്കും. അപ്പോൾ ഉൽപ്പാദന യൂണിറ്റ് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലം കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കാറില്ലേ. ഇവിടെ ഗാർഹിക യൂണിറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വില കൊടുക്കണം. ഉൽപ്പാദന യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾ ഗാർഹിക യൂണിറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കൊടുക്കണം. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. മനുഷ്യൻ്റെ ആവശ്യപൂർത്തീകരണത്തിനാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരു ആവശ്യം നിറവേറുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എന്തൊക്കെ വേണം പഠിച്ചത് ഇവിടെ? ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്ന ഏതാണ്? ഗാർഹിക യൂണിറ്റുകളാണ്. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഇത് നൽകുന്നു, വില പണമായിട്ട് നൽകുന്നു. അങ്ങനെ ഉൽപ്പാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ത് സംഭവിക്കും? ചാക്രിക ഗതിയിലാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് പറയുന്നത്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളാണ്. അതിൽ ഭൂമിയുടെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പാട്ടമാണ്. തൊഴിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? കൂലിയായിരുന്നു. മൂലധനത്തിൻ്റെ പലിശയും സംഘാടനത്തിൻ്റെ ലാഭവുമാണ് അല്ലേ ഇവരുടെ പ്രതിഫലം എന്ന് പറയുന്നത്. ഇത്രയുണ്ടോ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്? നോക്കി, ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സവിശേഷതകൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ചാക്രിക ഗതിയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ആദ്യമായിട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഓരോ ടോപ്പിക് എടുക്കുക, അതിൽ നിന്നും പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് കൂട്ടുകാരായ ആദിയും ജോബും ആഷ്നയും തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പറയുന്നുണ്ട്. ആഷ്ന, ഇന്നലെ ടീച്ചർ പറഞ്ഞ പ്രൊജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയോ? അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്? പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, മരുന്ന്, എങ്ങനെ എന്തെല്ലാമാണ് അല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് വേണം. ഇവ കൂടാതെ വലുതാകുമ്പോൾ എനിക്ക് സ്വന്തമായി വീട്, ഫോൺ, കാർ, അങ്ങനെ ഒരുപാട്. പക്ഷേ ഈ സാധനങ്ങൾ മാത്രം മതിയോ? ചില സേവനങ്ങൾ നമുക്ക് ആവശ്യമില്ലേ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ശരിയാ, നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും പോലെ വിവിധ സേവനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് ആവശ്യങ്ങളും വേണം, സേവനങ്ങളും വേണം അല്ലേ? അപ്പോൾ നോക്കാം. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഇത്തരം ആവശ്യങ്ങൾ? എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്? വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അല്ലേ? വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന് നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി ഉപയോഗിക്കുന്നവയാണോ? അല്ല അല്ലേ? നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെ സന്തോഷദായക ആവശ്യങ്ങളെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാകുന്ന ആവശ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെയെല്ലാം ഉപയോഗം ഇതിന് ഉദാഹരണമാണ്. ഇവയൊക്കെ എന്താണ്? സന്തോഷദായക ആവശ്യങ്ങളാണ്. നിത്യജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ. ഈ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷതകളുണ്ടോ? നോക്കാം. ആവശ്യങ്ങളുടെ സവിശേഷതകൾ.
മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. കുറേ ഉണ്ടല്ലേ ആവശ്യങ്ങൾ, ഇങ്ങനെ കൂടി വരേ ചെയ്യുള്ളൂ അല്ലേ. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ്. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ്. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം അല്ലേ. നമുക്കൊരു ആവശ്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വീണ്ടും ആ ഒരു ആവശ്യം ആവർത്തിക്കപ്പെടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് വാങ്ങിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നില്ല. അതാണ് പറയുന്നത് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്നാണ് വ്യത്യസ്തമാണ്. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും എന്തുണ്ടാകുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് അനുപാതികമായി വർദ്ധിക്കണമെന്നില്ല. സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരിക്കും വ്യക്തികൾ മുൻഗണന നൽകുന്നത്. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ പുരോഗതിയോടൊപ്പം വർദ്ധിക്കുന്നുണ്ട്. ഈ വിഭവങ്ങളൊക്കെ ആവശ്യങ്ങൾക്ക് അനുവാദികമായിട്ടാവില്ല അല്ലേ. എല്ലാ വിഭവങ്ങളും ഉണ്ടാകണമെന്നില്ല ഒരുപോലെയുള്ള അളവിൽ അല്ലേ. സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ ഇവ നിറവേറ്റപ്പെടുന്നതിന് എന്താവശ്യമാണ്? ഒരു മുൻഗണനാക്രമം ആവശ്യമാണ്. അതായത് അവശ്യ വസ്തുക്കളാണ് ആദ്യം നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലേ. ഇത്തരത്തിൽ മനുഷ്യൻ്റെ വിവിധ തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നാം അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂളിലെ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഒരു സമൂഹമായാലും രാജ്യമായാലും ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വാട്ട്, ഹൗ ആൻഡ് ഹോം ടു പ്രൊഡ്യൂസ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSC ചോദിച്ചിട്ടുണ്ട്. എന്തുൽപ്പാദിപ്പിക്കണം, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എങ്ങനെയാണ്? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇനി എന്തുൽപ്പാദിപ്പിക്കണം എന്താണ് പറയുന്നത്? എന്തുൽപ്പാദിപ്പിക്കണേൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം പച്ചക്കറികൾ ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നാം മുൻഗണനാക്രമം അനുസരിച്ചും തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പച്ചക്കറികൾ വേണമെന്നും ഏത് പച്ചക്കറിയാണ് കൂടുതൽ വേണമെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്തുൽപ്പാദിപ്പിക്കണമെന്ന് നോക്കുന്നത് കേട്ടോ. എന്തുൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതും പ്രസക്തമാണ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വേണ്ട അല്ലേ. നമുക്കത് എത്ര വേണം എന്ന് പറയുമ്പോൾ ചില വിഭവങ്ങളൊക്കെ നന്നായിട്ട് ആവശ്യമുള്ളതായിരിക്കും, ചില വിഭവങ്ങൾ അത്രയ്ക്കും ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതും അവിടെ എന്താണ്? പ്രസക്തമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. അതായത് ഏതെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറയ്ക്കേണ്ടതായിട്ട് വരും, ആ വിഭവങ്ങൾ പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്ഷ്യക്ഷാമം നേരിട്ട ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യോൽപാദനത്തിനായി വിനിയോഗിക്കേണ്ടി വരും അല്ലേ. ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്
ഈ ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഈ ഭക്ഷ്യോൽപാദനത്തിനായിട്ട് വിനിയോഗിക്കേണ്ടി വരും അല്ലേ. അതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതും തീരുമാനിക്കേണ്ടത്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തെല്ലാം സാധനങ്ങളും സേവനവുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് നോക്കി അല്ലേ, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം അളവും നമ്മൾ നോക്കി. അതിനുശേഷം നെക്സ്റ്റ് വരുന്നൊരു പ്രശ്നമാണ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് അല്ലേ, അതാണ് പറയുന്നത്. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കി, ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ മെഷീൻ വഴി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഏത് ഉൽപ്പാദന ഘടകമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി, ഏതാണ്, രണ്ടാമത്തെയാണ് അല്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ചിത്രങ്ങളിൽ നിന്ന് നോക്കി, ഇവിടെ നമുക്ക് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ, കണ്ടോ. ചിത്രങ്ങളിൽ നിന്ന് ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിൽ, മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അല്ലേ. ഈ ചിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ എന്ന ഉൽപ്പാദക ഘടകം കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാനായിട്ട് കഴിയും അല്ലേ. തൊഴിൽ എന്ന് പറയുന്നത് ചിത്രം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ 4:3 എന്താണ് കൂടുതലായിട്ട് അവിടെ തൊഴിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ചിത്രം 4:5 നോക്കുകയാണെങ്കിലും എന്താണ് തൊഴിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ഉൽപ്പാദനത്തിനായിട്ട് യന്ത്രങ്ങളാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഉൽപ്പാദനം നോക്കുകയാണെങ്കിലോ യന്ത്രങ്ങളാണല്ലേ കൂടുതലായിട്ട് ഉൽപ്പന്നം ലഭിച്ചിരിക്കുന്നത് യന്ത്രങ്ങൾ വഴിയാണല്ലോ അല്ലേ. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ലഭിച്ചിരിക്കുന്നത് യന്ത്രങ്ങൾക്ക് വഴിയാണ്. അപ്പോൾ കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ എന്താണ്, കൂടുതൽ തൊഴിൽ ശക്തി കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. എന്നാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ തൊഴിൽ കൂടുതലായിരിക്കും അല്ലേ, മൂലധനം കുറവായിരിക്കും. മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ മൂലധനം കൂടുതലായിരിക്കും, തൊഴിൽ കുറവായിരിക്കും. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്താ പറഞ്ഞത്, തൊഴിൽ കൂടുതലായിരിക്കും, മൂലധനം കുറവായിരിക്കും അല്ലേ. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനത്തെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് അല്ലേ. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനത്തെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗമായിരിക്കും. കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് അല്ലേ, കൂടുതൽ സമയം ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയാണ്. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം അവിടെ എന്താണ്, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയായിരിക്കും. കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് അല്ലേ. നമുക്ക് കണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അല്ലേ, അതാണ് പറയുന്നത്. ഇനി മൂലധന സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവില്ല. അവിടെ തൊഴിലാളികളുടെ ആവശ്യം വരുന്നുണ്ടോ, അധികം വരുന്നില്ല അല്ലേ, കുറച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ, മെഷീൻസൊക്കെ വാങ്ങിക്കുന്നതിനായിട്ടും. ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യയാണ് കൂടുതലായിട്ട് അവരെ ആശ്രയിക്കുന്നത്. ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം മതി. മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം മതി. രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, ഉൽപ്പാദന ഘടകങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തുകൊണ്ടാവണം ഉൽപ്പാദന രീതി തീരുമാനിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത് അല്ലേ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ
സേവനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, സേവനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമായ വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണോ വിതരണം ചെയ്യുന്നതല്ല അല്ലേ? പലപ്പോഴും അങ്ങനെയല്ല വിതരണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലേ? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധന, സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT പറഞ്ഞതാണ് അല്ലേ? സാധനങ്ങളിലും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭൂമിക്ക് പാട്ടമായും, തൊഴിലിന് വേതനമായും, മൂലധനത്തിന് പലിശയായും, സംഘാടനത്തിന് ലാഭമായും ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭൂമിയുടെ ഇതെന്താണ്? ഭൂമിക്ക് പാട്ടമാണ് ലഭിക്കുന്നത് അല്ലേ? ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പാട്ടമാണ്. ഇനി തൊഴിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? വേതനമാണ്. മൂലധനത്തിന് എന്താണ്? പലിശയാണ്. സംഘാടനത്തിന് എന്താണ്? ലാഭമാണ് അല്ലേ? അപ്പം ഭൂമിക്ക് പാട്ടം, തൊഴിലിന് വേതനം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിങ്ങനെയാണ് ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടത്. അതായത് ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്. ഓക്കെ, ഭൂമിയുടെ എന്താണ്? പാട്ടമാണ് അല്ലേ? പ്രതിഫലം. തൊഴിലിനാണെങ്കിലോ വേതനമാണ്. മൂലധനത്തിൻ്റെ പലിശയാണ്. സംഘാടനത്തിന് എന്താണ്? ലാഭമാണ്. ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ? എന്താണ് സമ്പദ് വ്യവസ്ഥ? ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം. അപ്പോൾ ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്താണ്? ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക. ഇനി എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറിക്കൊണ്ടേയിരിക്കുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, അതിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ഇതിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ. എത്ര തരം ഉണ്ടെന്ന് നോക്കിയൊക്കെ? 3 ഉണ്ട് അല്ലേ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇടപെടൽ എന്താണ്? പരിമിതമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമായിരിക്കും. പരമാവധി ലാഭം കിട്ടുക എന്ന് പറയായിരിക്കും ലക്ഷ്യം. സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും
സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഉപഭോക്താവിന് വിപണിയിൽ എന്താണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലേ. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് വരുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമ്മൾ പറഞ്ഞു മുതലാളിത്തമാണെന്നുണ്ടെങ്കിൽ ഒരാളിലാണ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കുക അല്ലേ. സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശ നിയന്ത്രണം ആരിലായിരിക്കും? ഗവൺമെൻറ്റിലായിരിക്കും. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഒരു ആസൂത്രണ സമിതി ഉണ്ടായിരിക്കും. പ്രത്യേകതകൾ നോക്കാം. ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമാണ്? ഗവൺമെൻറ്റിലാണ് നിക്ഷിപ്തം. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യമെന്നാണ്. സാമൂഹിക ക്ഷേമമാണ്. വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിപണിയുടെ മേൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. കാരണം ഗവൺമെൻറ് ആണ് ഇടപെടുന്നത് അല്ലേ. അപ്പോൾ വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സാമൂഹിക ക്ഷേമമായിരിക്കും പ്രധാന ലക്ഷ്യം. വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നു. നെക്സ്റ്റ് വരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയിലുള്ളത് ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ എന്താണ്? സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം അല്ലേ. ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളായിരിക്കും. രണ്ടും മിക്സ്ഡ് ആണല്ലോ. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം, ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നുണ്ട്. ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പദ്ധതികളിൽ സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരിക്കും. ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിന് നിയന്ത്രണം ഉണ്ടായിരിക്കും. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പഠിച്ചു വയ്ക്കുക. ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ? അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠന ശാഖയാണ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ബജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ എന്നിവയൊക്കെ വരുന്നുണ്ട്. ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന
നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത്. അപ്പോൾ ചോദിക്കാറുണ്ട് ആദം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ആദം സ്മിത്ത് ആണല്ലേ? ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ എന്താണ് പറയുന്നത്? ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞ ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തു. അപ്പോൾ ലയണൽ റോബിൻസ് എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ടാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തത്. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആൽഫ്രഡ് മാർഷൽ എന്താ പറഞ്ഞത്? ക്ഷേമമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ഷേമമല്ലേ പറഞ്ഞത്? ക്ഷേമത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലയണൽ റോബിൻസ് എന്താ പറഞ്ഞത്? വിഭവങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് റോബിൻസ് പറഞ്ഞത് അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് റിക്കാർഡോയാണ്. ഡേവിഡ് റിക്കാർഡോയാണ് പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് റിക്കാർഡിൻ്റെ പാട്ട സിദ്ധാന്തത്തിലാണ് പറയുന്നത് അതിനെക്കുറിച്ചിട്ട്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പം മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത് മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? തൊഴിലാളികളാണ് എല്ലാം ചെയ്തെങ്കിലും തൊഴിലാളികൾക്ക് ചെറിയൊരു ഭാഗം മാത്രം ലഭിക്കുന്നത്, ബാക്കിയൊക്കെ മുതലാളിക്കാണ് കിട്ടുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗവൺമെൻറ് ഇടപെടൽ വേണമെന്ന് പറയുന്നത് ആരായിരുന്നു? ജെ.എം. കെയ്ൻസ് ആണ് പറഞ്ഞത്. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ.എ. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം. ആര് കൊണ്ടുവന്നാണ്? ആരുടെയാണ്? ജെ.എം. ഷുംപീറ്റർ ആവിഷ്കരിച്ചിട്ടുള്ള ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ്? പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ തടസ്സപ്പെടുന്നുണ്ട് അല്ലേ? നൂതന കണ്ടുപിടുത്തങ്ങളാൽ നിലവിലുള്ള വ്യവസായങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് സൃഷ്ടിപരമായ നശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞ ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. റോബിൻസ് ആണ് ആവശ്യങ്ങളും പരിമിതവുമായ വിഭവങ്ങളെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്ന ഡേവിഡ് റിക്കാർഡോ ആണ്. അദ്ദേഹം പറഞ്ഞത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ക്ഷേമം വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത് അല്ലേ. മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? കാൾ മാർക്സ് ആണ്. അദ്ദേഹം പറഞ്ഞതാണ് തൊഴിലാളികൾക്ക് കുറച്ച് മാത്രം വിഭവങ്ങൾ ലഭിക്കുന്നുള്ളൂ, കൂടുതലും അധിക ഭാഗം ആർക്കാണ് ലഭിക്കുന്നത്? മുതലാളിക്കാണ് ലഭിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ജെ.എം. കെയ്ൻസ് ആണ്. ജെ.എം. കെയ്ൻസ് എന്താ പറഞ്ഞത്? ഗവൺമെൻറ് ഇടപെടൽ വേണം എന്ന് പറഞ്ഞു അല്ലേ. ഗവൺമെൻറ് ഇടപെടലിനെ എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് വേണ്ടി വാദിച്ച ആരാണ്? ജെ.എം. കെയ്ൻസ് ആണ്. ഷുംപീറ്റർ എന്താ പറഞ്ഞത്? സൃഷ്ടിപരമായ നശീകരണത്തെക്കുറിച്ച് പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർച്ച സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള വ്യവസായങ്ങളെ നശിപ്പിക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ജെ.എം. ഷുംപീറ്റർ പറഞ്ഞു.
സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ദാദാഭായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ്. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ദ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹിന്ദു സ്വരാജ് അതുപോലെ തന്നെ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ് അല്ലേ. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ എന്താണ്? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഗാന്ധിജിയാണ് അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ ചിന്തകളാണ് പറയുന്നത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. അപ്പോൾ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ അല്ലേ. അമർത്യ കുമാർ സെൻ ആണ് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത് അല്ലേ. 1998 ലഭിച്ചത്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്ക് 1998 നോബൽ സമ്മാനം ലഭിച്ചത്. അന്നു മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് അല്ലേ. അപ്പോൾ അമർത്യ കുമാർ സെൻ എന്നല്ലേ പറയാറ്. അപ്പോൾ അമർത്യ കുമാർ സെൻ ആണ് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്ത് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അപ്പോൾ 2019 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചതാർക്കായിരുന്നു? സാമ്പത്തിക ശാസ്ത്രത്തിലെ അഭിജിത്ത് വിനായകിനായിരുന്നു. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത്. അദ്ദേഹത്തെ നൽകിയിട്ടുണ്ടല്ലേ ഇവിടെ. ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവ്വം കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചിത്രം നോക്കൂ, എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത്. നോക്കിയാൽ കൃഷിയുണ്ട്, ട്രാഫിക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വ്യവസായങ്ങളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ തൊഴിലിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. 9ാം ക്ലാസ്സിലെ SCERT ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഇവിടെ കൃഷി, ഫാക്ടറി, തൊഴിൽ എന്നിവ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ട്രാഫിക് പോലീസ്, ഡോക്ടർ എന്നിവരുടേത് സേവനങ്ങളുമാണ്. അപ്പോൾ എന്താണ് കൃഷിയും ഫാക്ടറി, തൊഴിൽ എന്നിവയൊക്കെ എന്താണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ട്രാഫിക് പോലീസും ഡോക്ടറൊക്കെ എന്താണ് സേവനങ്ങളാണ്. അപ്പോൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൃഷിയും ഫാക്ടറി, തൊഴിലൊക്കെ. സേവനങ്ങൾ ഏതൊക്കെയാണ്? ട്രാഫിക് പോലീസും ഡോക്ടറൊക്കെ എന്താണ് സേവനങ്ങളാണ്. ഇവയെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കറിയാം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണല്ലേ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാണ്. ഈ സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്താണ് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ വരുന്നുകൊണ്ട് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഘടകങ്ങളെ പറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയും നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ പ്രതിഫലം എന്തായിരുന്നു? പാട്ടമായിരുന്നു. അതുപോലെ തന്നെ തൊഴിലിന് എന്തായിരുന്നു? തൊഴിലിൻ്റെ കൂലിയാണ് അല്ലേ. കൂലി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പണമായിട്ടാകാം നൽകുന്നത്, അല്ലെങ്കിൽ സാധനങ്ങളായിട്ടാകാം നൽകുന്നത്. ഇനി മൂലധനത്തിന് എന്തായിരുന്നു പ്രതിഫലം എന്ന് പറയുന്നത്? മൂലധനത്തിന് എന്തായിരുന്നു? ലാഭമായിരുന്നു. സംഘാടനത്തിന് എന്തായിരുന്നു? പലിശയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ പ്രതിഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത് അല്ലേ. അവയുടെ പങ്കിനനുസരിച്ചിട്ടായിരിക്കാം പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വിതരണം സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീതിപൂർവമായിട്ടുള്ള വിതരണമാണ് ശരിക്കും പറഞ്ഞാൽ നൽകേണ്ടത്. എന്നാലാണ് സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നുള്ളൂ. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. അപ്പോൾ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ എന്താണ് ഏത് പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്? ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് അല്ലേ ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിനാൽ ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെ ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നതായിരുന്നു അല്ലേ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന 10th പ്രിലിംസിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്താണ് അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വരണിൻ്റെ സ്കൂളിൽ വളപ്പിൽ 1 ഏക്കർ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്നൊരു ചർച്ച വന്നു. അപ്പോൾ വാഴകൃഷി, നെൽകൃഷി എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് കൃഷി എന്നൊക്കെ പറയുന്ന ഒരു ഇതിലായിരുന്നു ആരെന്ന് പറയുന്നത് പിള്ളേരെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പച്ചക്കറി കൃഷി നടത്തേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നതെന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായി എന്താണ് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളെന്ന് പറയുന്നത്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവർക്കുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. 3 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നാലാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അല്ലേ. ആർക്ക് എന്തായിരുന്നു എന്ത് ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു അതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏത് ഓപ്ഷനൊക്കെ ആയിരുന്നു? എന്തുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, ആർക്ക് വേണ്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് എടുക്കാത്ത ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ ഇതൊക്കെ അങ്ങനെ അധികം ശ്രദ്ധിക്കുമോ? ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവല്ലേ ഉള്ളൂ. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഓരോ പോയിൻറ്റ്സും വെറുതെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് പോയിട്ട് കാര്യമില്ല. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ ഈ എക്സാമിന് പോയിട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനതൊക്കെ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ ഒരു ഓപ്ഷനും കൂടി കണ്ടപ്പോൾ ആകെ ഡൗട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ് അവിടുത്തെ എന്ത് പറയുന്നത്
എന്ത് പറയുന്നത് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി, എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി, എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിലാണ്. വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്നത് ഏറ്റവും പ്രധാനമാണ്. മുകളിൽ സൂചിപ്പിച്ച ചർച്ചയിൽ ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും മുൻഗണനാടിസ്ഥാനത്തിൽ ഏറ്റവും ആവശ്യമായി തോന്നിയത് എന്തായിരുന്നു? പച്ചക്കറി കൃഷി ആയതുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം അളവിൽ വേണമെന്നതും പ്രസക്തമാണ്. നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും എത്ര ആവശ്യമുണ്ടോ, എത്ര അളവിലായിരിക്കണം ആവശ്യമെന്നും കൂടി നമ്മൾ നോക്കണം. ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ എന്തെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ എന്ത് വേണം? ആസൂത്രണം ചെയ്യണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രം പോരാ, നമ്മൾ എത്ര അളവിൽ കൂടി ഉൽപ്പാദിപ്പിക്കണം. അത് എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും, വ്യവസായങ്ങൾക്കാണെങ്കിലും, കൃഷിക്കാണെന്നുണ്ടെങ്കിലും എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് എന്തിനനുസരിച്ചാണ്? സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ എന്താണ്? ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ എന്തുണ്ടാവണം? ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതെത്രമാത്രം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അതെങ്ങനെ എന്ന രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ഉയർന്നു വരും. ഇത് ഉൽപ്പാദന രീതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങൾ, സാങ്കേതിക വിദ്യയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. ഉദാഹരണത്തിനായിട്ട് നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളപ്പറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെഡിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നടത്താവുന്നതാണ്. ഇതിലേത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്തിന് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിലും വ്യത്യാസമുണ്ടാകാം. അപ്പോൾ ഒരു നെല്ല് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിലമൊരുക്കാൻ, വിത്ത് വിതയ്ക്കുക, അങ്ങനത്തെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതൊന്നില്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളികളെ വെച്ച് ആക്കണോ, അതല്ല യന്ത്രങ്ങൾ വെച്ച് ആക്കണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതിനടുത്ത് എന്തൊക്കെ വിഭവങ്ങളാണ് ലഭ്യമായതെന്ന് നോക്കണം അല്ലേ. അപ്പോൾ അത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കാമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നത്? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാകണം ഉൽപ്പാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യവും നിറവേറുമ്പോഴേക്കും പുതിയ ആവശ്യങ്ങൾ കടന്നു വരും. എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കണം ആസൂത്രണം നടത്തേണ്ടത്. അതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാമെന്ന് നോക്കുന്നത്. ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നതെന്നും പ്രധാനമാണ്. നമ്മൾ പറഞ്ഞില്ലേ, മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകൻ്റെ ലാഭം, തൊഴിലാളിയുടെ വേതനം, ഭൂമിയുടെ വാടക, പാട്ടം എന്നിവയ്ക്കൊക്കെ വരുമാനം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം മൈക്രോ എക്കണോമിക്സ് +2 NCERT ആദ്യത്തെ അധ്യായത്തിൽ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് എക്കണോമിക്സ് എന്ന പദം ഉടലെടുത്തിട്ടുള്ളത് ഹൗസ് ഹോൾഡ് എന്നർത്ഥമുള്ള ഓയിക്കനോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. വളരെ മുമ്പ് തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന സാമ്പത്തിക ശാസ്ത്രത്തെ പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇതിനെ പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ആൽഫ്രഡ് മാർഷലാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ നിന്നും വേർപെടുത്തിയത്. ആൽഫ്രഡ് മാർഷലാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ നിന്നും വേർപെടുത്തിയത്. ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഇനി ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലേ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്.
1726 അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമായ ആൻ ഇൻക്വറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് നേഷൻസ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ചോദിക്കാം, ആൻ ഇൻക്വറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് ആൻ ഇൻക്വറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് നേഷൻസ് പ്രസിദ്ധീകരിച്ചത്. ഇദ്ദേഹമാണ് വെൽത്ത് ഡെഫിനിഷൻ്റെ ഉപജ്ഞാതാവ്. ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇതനുസരിച്ച് ധനം സംബന്ധിച്ച പഠനത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിൽ പറയുന്ന എന്താണ്? ധനം സംബന്ധിച്ച പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. 1890 ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. നമ്മൾ പറഞ്ഞു ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്തിൻ്റെതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. വെൽഫെയർ ഡെഫിനിഷൻ അദ്ദേഹത്തിൻ്റെതാണ്. വെൽഫെയർ ഡെഫിനിഷൻസ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ മാറിപ്പോകരുത്. വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെയും ആൽഫ്രഡ് മാർഷലിൻ്റെ എന്താണ്? വെൽഫെയർ ഡെഫിനിഷൻ ആണ് അല്ലേ. ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. എന്താണ്? ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. 1932 ലയണൽ റോബിൻസ് തൻ്റെ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നു. അപ്പോൾ ലയണൽ റോബിൻസിൻ്റെതാണ് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന് പറയുന്നത്. ആരുടേതാണ്? ലയണൽ റോബിൻസ് അല്ലേ. എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസിൻ്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് രചിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ലയണൽ റോബിൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഉപയോഗങ്ങളുമുള്ള കുറച്ച് മാത്രമുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അപ്പം 3 വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ പഠിച്ചു. ഒന്ന് ആഡം സ്മിത്ത് ആണ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. അതുപോലെ തന്നെ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് രചിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ, അതായത് ധനം സംബന്ധിച്ച പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ വന്നു. ആൽഫ്രഡ് മാർഷലിൻ്റെ ഗ്രന്ഥം ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വെൽഫെയർ ഡെഫിനിഷൻ, അതായത് ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. ഇനി ലയണൽ റോബിൻസ് എന്താ പറഞ്ഞത്? ലയണൽ റോബിൻസ് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് രചിച്ചത്. സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ് കൊണ്ടുവന്നത്. അതായത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്കണോമിക്സിന് 3 നിർവചനങ്ങൾ കൊടുത്തിട്ടുള്ള 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് എന്താണ്? സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. നമ്മൾ SCERT പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. PSCയിൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഭവങ്ങൾ പരിമിതമാണ് എന്നതാണ് സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം. ആവശ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഭവങ്ങൾ പരിമിതമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഒന്നാമത്തെ പ്രശ്നമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഓരോ സമ്പദ് വ്യവസ്ഥയ്ക്കും അനന്തമായ സാധനങ്ങളും സേവനങ്ങളും വേണം. എന്നാൽ വിഭവങ്ങൾ പരിമിതമാകിയാൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ആയതിനാൽ എന്ത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ എന്ന് തീരുമാനിക്കണം. എന്താ പറയുന്നത്? എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സമ്പദ് വ്യവസ്ഥയ്ക്കും അനന്തമായ സാധനങ്ങളും സേവനങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ വിഭവങ്ങളൊക്കെ കുറച്ചായ കാരണം തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം, എന്താണ് ഏത് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഏത് സേവനങ്ങളാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതളവിൽ തീരുമാനിക്കണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അല്ലേ. അതെന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് 2 സാങ്കേതിക വിദ്യകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് തൊഴിൽ നിബിഡ സാങ്കേതിക വിദ്യയാണ്, രണ്ടാമത് മൂലധന നിബിഡ സാങ്കേതിക വിദ്യയാണ്.
അതായത് തൊഴിൽ നിബിഡ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ കൂടുതൽ തൊഴിലാളികളും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഉൽപ്പാദനം നടത്തുന്നത് എന്നാണ്. കൂടുതൽ തൊഴിലാളികളുണ്ട് അല്ലേ, തൊഴിലാളികൾ കൂടുതലുണ്ട്, പക്ഷെ മൂലധനം കുറവാണ്. എന്നാൽ രണ്ടാമത് അതായത് മൂലധന നിബിഡ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ മൂലധനമായിരിക്കും ഉണ്ടായിരിക്കുക, കുറച്ച് തൊഴിലാളികളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കണേന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പോൾ നമുക്ക് 2 രീതികളാണുള്ളത്. ഒന്ന് ഏതൊക്കെയാണ്? തൊഴിൽ നിബിഡ സാങ്കേതിക വിദ്യയുണ്ട്, മൂലധന നിബിഡ സാങ്കേതിക വിദ്യയുമുണ്ട്. ഇനി തൊഴിൽ നിബിഡ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ കൂടുതൽ തൊഴിലാളികളും കുറഞ്ഞ മൂലധനമാണ് ഇവിടെ. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അതായത് മൂലധന നിബിഡ സാങ്കേതിക വിദ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മൂലധനമാണ്, കുറച്ച് തൊഴിലാളികളാണ്. നെക്സ്റ്റ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ദേശീയ വരുമാനം അതുണ്ടാക്കാൻ കാരണമായ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന പ്രശ്നമാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തൊഴിലാളിക്ക് കൂലിയാണ്, മൂലധനത്തിന് പലിശയാണ്, ഭൂമിക്ക് വാടകയാണ്, സംഘാടകന് ലാഭമാണ് കിട്ടുക അല്ലേ. ഇങ്ങനെയാണ് വിതരണം നടക്കുന്നത്. ഇതിനെയാണ് പ്രവർത്തനപരമായിട്ടുള്ള വിതരണം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ വരുമാനം ഉണ്ടാക്കാൻ കാരണമായ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് കൂലി, മൂലധനത്തിന് പലിശ, ഭൂമിക്ക് വാടക, സംഘാടകന് ലാഭം എന്നിങ്ങനെയാണ് വിതരണം നടക്കുന്നത്. ഇതിനെ പ്രവർത്തനപരമായ വിതരണം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 3 സമ്പദ്വ്യവസ്ഥ ശരിക്കും പറഞ്ഞാൽ സമ്പദ്വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിലാണ്, നെക്സ്റ്റ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, പിന്നെ മൂന്നാമത്തേത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അല്ലേ. ഇനി ഒരു ഉൽപ്പാദന സാധ്യത വക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കൂ കേട്ടോ. ഇതിൽ നമുക്ക് ഇത്രയ്ക്കും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എന്താണ് ഉൽപ്പാദന സാധ്യത വക്രം എന്ന് വെച്ചാൽ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന് നിർമ്മിക്കാൻ കഴിയുന്ന വിവിധ സാധനങ്ങളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഉൽപ്പാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. വിഭവങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു രാജ്യത്തിന് നിർമ്മിക്കാൻ കഴിയുന്ന വിവിധ സാധനങ്ങളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഉൽപ്പാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. നമ്മൾ SCRT കണ്ടു അല്ലേ, കമ്പോള സമ്പദ്വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ്വ്യവസ്ഥയുണ്ട്. അപ്പം ഇത് പരിഹരിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. കമ്പോള സമ്പദ്വ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ വിലയാണ് അല്ലേ, വിലയാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി എന്ന് പറയുന്നത് വില സംവിധാനമാണ്. അപ്പോൾ ചോദന പ്രധാനങ്ങളെന്നും പറയുന്നുണ്ട് കേട്ടോ. വിലയെ നമുക്ക് വില അല്ലെങ്കിൽ ചോദന പ്രധാനങ്ങൾ എന്ന് പറയാം. അപ്പം എന്താണ്? കമ്പോള സമ്പദ്വ്യവസ്ഥ വിലയാണ് അല്ലെങ്കിൽ ചോദന പ്രധാനങ്ങളാണ്. അപ്പോൾ വില പഠിച്ചു വെച്ചിരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി എങ്ങനെയാണ്? വില സംവിധാനം വഴിയാണ്. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയാണെന്നുണ്ടെങ്കിലോ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കേന്ദ്ര ആസൂത്രണ ഏജൻസി അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. കേന്ദ്ര ആസൂത്രണ ഏജൻസി അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആസൂത്രണമാണ് അല്ലേ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആസൂത്രണമാണ്. നെക്സ്റ്റ്, മിശ്ര സമ്പദ്വ്യവസ്ഥ. മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക രണ്ടും കൂടിയിട്ടായിരിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി നോക്കുകയാണെങ്കിൽ അവർ രണ്ടും കൂടിയിട്ടായിരിക്കും അല്ലേ. മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ടായിരിക്കും. അതായത് വിലയുണ്ടായിരിക്കും അല്ലെങ്കിൽ വിലയുണ്ടായിരിക്കും, അതുപോലെ തന്നെ അതായത് വില സംവിധാനം ഉണ്ടായിരിക്കും, ആസൂത്രണം ഉണ്ടായിരിക്കും മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ കമ്പോള സമ്പദ്വ്യവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിലയാണ്. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി ചോദിക്കുകയാണെങ്കിൽ വില സംവിധാനമാണ്. സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയാണെന്നുണ്ടെങ്കിലോ കേന്ദ്ര ആസൂത്രണ ഏജൻസി ഗവൺമെൻറ് ആയിരിക്കും, ആസൂത്രണ വഴിയായിരിക്കും. മിശ്ര സമ്പദ്വ്യവസ്ഥയാണെന്നുണ്ടെങ്കിലോ ഇത് രണ്ടും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ്, എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം? സാമ്പത്തിക ശാസ്ത്രത്തിന് നമ്മൾ പഠിക്കുമ്പോൾ NCERT എടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് എക്കണോമിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം? ഈ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ PVQ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ പേര് പോലെ തന്നെയാണ് അല്ലേ. സൂക്ഷ്മം എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. സ്ഥൂലം എന്ന് വെച്ചാൽ മേക്രോ എക്കണോമിക്സ് ആണ്. നോക്കാം. മൈക്രോ മിനറൽസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ബയോളജിയിൽ. ഓക്കെ, അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ ചെറുത് എന്നർത്ഥമുള്ള മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉടലെടുത്തതാണ് അല്ലേ. മൈക്രോ എക്കണോമിക്സ് ആണല്ലോ. അപ്പോൾ ചെറുതെന്ന് പറയുന്ന അർത്ഥത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നു, അത് പഠിച്ചു വെച്ചിരിക്കുക. പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നത് ഏതാണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെയാണ്. നമ്മൾ സൂക്ഷ്മമായിട്ടാണ് പ്രൈസൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പം ചെറുതായിട്ടായിരിക്കും പ്രൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കണം അല്ലേ. അപ്പോൾ പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നത് എന്തിനാണ്?
സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെയാണ്. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. നമ്മൾ പറഞ്ഞു പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, സൂക്ഷ്മമാണ്. അപ്പോൾ സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയ ചെറിയ യൂണിറ്റുകളാണ് അല്ലേ. അപ്പോൾ ചെറിയ സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിലോ, ഒരു സാധനത്തിൻ്റെ വില, ഒരാളുടെ വരുമാനം, ഒരു ഉൽപ്പാദന യൂണിറ്റിലെ വില നിർണ്ണയം. ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. ഒരു ഉൽപ്പാദന യൂണിറ്റിലെ വില നിർണ്ണയം എന്ന് വെച്ചാലും എന്താണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് ചെറിയ ചെറിയ യൂണിറ്റുകളല്ലേ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്, ചെറുതെന്നർത്ഥമുള്ള മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. എക്സാമ്പിൾ, ഒരു സാധനത്തിൻ്റെ വില, ഒരാളുടെ വരുമാനം, ഒരു ഉൽപ്പാദന യൂണിറ്റിലെ വില നിർണ്ണയം. നെക്സ്റ്റ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ മാക്രോ എക്കണോമിക്സ് ആണ് അല്ലേ. അപ്പോൾ മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ. വലുത് എന്നർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. ഇൻകം തിയറി എന്ന് വിളിക്കുന്നു. ഇൻകം തിയറി എന്ന് വിളിക്കുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ പ്രൈസ് തിയറിയാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലോ ഇൻകം തിയറിയാണ്. ഇൻകം തിയറി എന്ന് വിളിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചിരിക്കുക, അതിൽ മൈക്രോ എക്കണോമിക്സ് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മാക്രോ എക്കണോമിക്സ് എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ തിയറി ഒന്ന് നോട്ട് ചെയ്യണം. പ്രൈസ് തിയറിയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം വരുമ്പോൾ എന്താണ് ഇൻകം തിയറിയാണ് അല്ലേ. ഇൻകം തിയറിയാണ്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വരും, മൊത്തം ഉപഭോഗം, മൊത്തം ഉൽപ്പാദനം, ദേശീയ വരുമാനം, പണപ്പെരുപ്പം, വില നിലവാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് എന്താണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് എക്സാമ്പിളാണ്. മൊത്തം ഉപഭോഗം, മൊത്തം ഉൽപ്പാദനം, ദേശീയ വരുമാനം, പണപ്പെരുപ്പം, സാമ്പത്തിക വളർച്ച, വില നിലവാരം. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ മൈക്രോ എന്ന് പറയുന്ന പദമാണ്. പ്രൈസ് തിയറി എന്നാണ് വിളിക്കുന്നത്. ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില, ഒരാളുടെ വരുമാനം, ഒരു ഉൽപ്പാദന യൂണിറ്റിൽ വില നിർണ്ണയം എന്നിവയ്ക്കാണ്. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാലോ മേക്രോ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. മേക്രോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വലുതാണ് അല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. ഇൻകം തിയറി എന്ന് വിളിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, മൊത്തം ഉപഭോഗം, മൊത്തം ഉൽപ്പാദനം, ദേശീയ വരുമാനം, പണപ്പെരുപ്പം, വില നിലവാരം, സാമ്പത്തിക വളർച്ച. ഇനി എന്താണ് പോസിറ്റീവ് സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ നോർമേറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്നാന്ന് നോക്കാം. ഒരു സാമ്പത്തിക പ്രശ്നം എന്താണ് എന്ന് വിശകലനം ചെയ്യുന്നതിനെ പോസിറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. ഏതാണ് ഒരു സാമ്പത്തിക പ്രശ്നം, അത് ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. എന്നാൽ ഒരു സാമ്പത്തിക പ്രശ്നത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കുന്നതിനെയാണ് നോർമേറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കുന്നതിനെയാണ് നോർമേറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രശ്നം വിശകലനം ചെയ്യുകയാണ്, അതിനെ പോസിറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കുന്നതിനെയാണ് നോർമേറ്റീവ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നത് കേട്ടോ. ഒന്നാമത്തെ അധ്യായത്തിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആദ്യം തന്നെ ഒരു ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഉപഭോക്താവിൻ്റെ മുഴുവൻ വരുമാനം ഉപയോഗിച്ചിട്ട് നിലവിലെ വിലയിൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന മുഴുവൻ ഉപഭോഗ ബണ്ടിലുകളെയും ചേർത്ത് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ. അതായത് ഒരാളുടെ വരുമാനം മൊത്തം നോക്കിയിട്ട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മൊത്തം ബണ്ടിലുകളെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഒരു ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് സെറ്റ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തെയും സാധനങ്ങളുടെ വിലയെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ വരുമാനത്തിലും വിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബഡ്ജറ്റ് ലൈനിലും മാറ്റം ഉണ്ടാകൂലേ. അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലും വിലയിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന രേഖകളിലൊക്കെ എന്താണ് വ്യത്യാസം വരാം അല്ലേ. അപ്പോൾ സാധനം ഒന്നിൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ രേഖകൾ വ്യത്യാസം വരാമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ല. ഇനി എന്താണ് ഉപഭോക്തൃ സന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ലൈനും നിസ്സംഗത ഭൂപടവും ഒരുമിച്ച് വിശകലനം ചെയ്യുന്നതിനെയാണ് ഉപഭോക്തൃ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വരയ്ക്കുന്ന രേഖയുണ്ടല്ലോ. എന്താണ് നിസ്സംഗത വക്രം എന്ന് വെച്ചാൽ? നിസ്സംഗത വക്രം എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾക്ക് നിസ്സംഗത പ്രദാനം ചെയ്യുന്ന വിവിധ ഉപഭോഗ ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കുന്ന വക്രമാണ് നിസ്സംഗത വക്രം എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കേട്ടോ. ഇൻഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിസ്സംഗത എന്ന് വെച്ചാൽ ഇൻഡിഫറൻസ്.
അപ്പോൾ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു ആ വാക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കണ്ടൂലേ കമ്പോള സമ്പദ്വ്യവസ്ഥയിൽ ചോദനം എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടൂലേ. അപ്പോൾ എന്താണ് ചോദനം എന്നുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ എന്താണ് ചോദനം എന്ന് വെച്ചാൽ ഉപഭോക്താവ് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു പ്രത്യേക സമയത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ അളവിനെയാണ് ചോദനം എന്ന് വിളിക്കുന്നത്. ചോദനം എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളുടെ അളവ്. അതായത് നമ്മൾ ഒരു സമയത്ത് പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ അളവിനെയാണ് എന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദനത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ നോക്കി സാധനത്തിൻ്റെ വില നോക്കും അല്ലേ. അപ്പോൾ നമ്മൾ വില നോക്കിയിട്ട് വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കില്ല അല്ലേ. വില കുറയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. വില കൂടുമ്പോൾ ചോദനം കുറയും, നേരെ മറിച്ചും. അതായത് നമ്മൾ വില കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളുടെ അളവ് വാങ്ങിക്കുന്നത് കുറയും അല്ലേ. അതായത് സാധനങ്ങളുടെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അതായത് നമുക്ക് എന്താണ് വില കൂടി. ഇപ്പോൾ വില കൂടി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു സോപ്പിൻ്റെ വില കൂടി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ സോപ്പ് നമുക്ക് കുറേ വാങ്ങിക്കാനായിട്ട് നിൽക്കുമോ? ഇല്ല, നമ്മൾ കുറച്ച് സോപ്പല്ലേ വാങ്ങിക്കുള്ളൂ. വില കൂടുതലാണെന്ന് കാണാൻ നമ്മൾ കുറച്ച് സോപ്പ് വാങ്ങിക്കും അല്ലേ, അധികം സോപ്പ് വാങ്ങിക്കില്ല. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളുടെ അളവിനെയാണെന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ചോദനം കുറയാണ് ചെയ്തത്. മനസ്സിലായില്ല? വീട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഉപഭോക്താവിൻ്റെ വരുമാനം. സാധാരണയായി ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത്. അത്തരം സാധനങ്ങളെ സാധാരണ സാധനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ തരം താണ തുണിത്തരങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ കാര്യത്തിൽ വരുമാനം കൂടുമ്പോൾ അവയുടെ ചോദനം കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാധനങ്ങളെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. എന്താ അവിടെ പറയുന്നത്? സാധാരണയായിട്ട് പോസിറ്റീവ് ബന്ധമാണ്, അതായത് പോസിറ്റീവ് ബന്ധമാണ് ഈ ഒരു ഉപഭോക്താവിൻ്റെ നമ്മുടെ ഈ ചോദനവും തമ്മിൽ ഉപഭോക്താവിൻ്റെ വരുമാനവും തമ്മിലുള്ളത്. അതായത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താണ്, നമ്മൾ വില കൂടുതലാണെന്നൊന്നും നോക്കൂല അല്ലേ. വില കൂടുതലാണെങ്കിലും കുറയാണെങ്കിലും നമുക്ക് അത്യാവശ്യ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം. ഇതിനെ സാധാരണ സാധനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ തരം താണ തുണിത്തരങ്ങളും ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചോദനം കുറയാണ് ചെയ്യുക, നമ്മുടെ അളവ് അവിടെ കുറയാണ് ചെയ്യുക. വരുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ വരുമാനം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുണിത്തരങ്ങളൊക്കെ വാങ്ങിക്കുന്നതാ കുറയ്ക്കും അല്ലേ. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ചോദനം കുറയും. അപ്പോൾ ഇത്തരം സാധനങ്ങളെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നോർമൽ ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. അതായത് സാധാരണ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട് അല്ലേ. ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, മറ്റ് സാധനങ്ങളുടെ വിലകൾ. മറ്റ് സാധനങ്ങളുടെ വിലകൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്നിട്ടാ പറയാം, ആദ്യം വായിച്ചു നോക്കാം. 2 തരത്തിലുണ്ട്. പ്രതിസ്ഥാപന വസ്തുക്കളുണ്ട്, പൂരക വസ്തുക്കളുണ്ട്. ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒരു സാധനത്തിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളെയാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ചായയും കാപ്പിയും. നമ്മൾ ഒരു സാധനം, ഇപ്പോൾ നമുക്ക് ചായ എന്താ പറയുക, നമുക്ക് ചായ കുടിക്കണമെന്ന് വിചാരിക്കും. നമുക്ക് ചായക്ക് പകരം കാപ്പി വേണമെങ്കിൽ കുടിക്കാം. അതായത് ഏകദേശം എന്താ ഒരേപോലെ തന്നെയല്ലേ അത് വരുന്നത്. അതുപോലെ തന്നെ സിമൻറ്റ് നോക്കുകയാണെങ്കിലും കട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് മറ്റൊരു വസ്തുവിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, അതായത് നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുന്നതായിട്ട്. ഇപ്പോൾ നമുക്ക് ചായക്ക് റേറ്റ്, ഇപ്പം കാപ്പിക്ക് റേറ്റ് കൂടുതലാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനേക്കാൾ റേറ്റ് കുറവാണല്ലോ ചായ, അപ്പോൾ നമ്മൾ ചായ വാങ്ങിക്കും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് മറ്റൊരു സാധനം വാങ്ങിക്കുന്നതിനെയാണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഈ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടിക, സിമൻറ്റ്, കട്ടൊക്കെ അതിന് എക്സാമ്പിളാണ്. സിമൻറ്റ് കട്ടയും ഇഷ്ടിക അല്ലേ. ഇഷ്ടിക നേരത്തെ പറഞ്ഞില്ലേ, ഇഷ്ടികയും സിമൻറ്റ് കട്ടയും അതുപോലെ തന്നെ ചായയും കാപ്പിയും ഒക്കെ അല്ലേ. ഇവിടെ ഒരു സാധനത്തിന് വില കൂടിയാൽ മറ്റേ സാധനത്തിൻ്റെ ചോദനം കൂടും അല്ലേ. മറ്റേ സാധനം നമ്മൾ വാങ്ങിക്കാനായിട്ട് പോവും അല്ലേ. മറ്റേ സാധനത്തിൻ്റെ അളവ് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ 2 സാധനങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരാം. ഇത്തരം സാധനങ്ങളെ പൂരക സാധനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് വെച്ചാൽ മനസ്സിലായില്ല, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് പകരം വെക്കാവുന്ന മറ്റൊരു വസ്തു വാങ്ങിക്കുകയാണ് അല്ലേ, മറ്റൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയും. എന്നാൽ പൂരക സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി 2 സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ വാങ്ങിച്ചാൽ മാത്രം പോരാ, പെട്രോളും വേണം അല്ലേ. അപ്പോൾ കാറും പെട്രോളും എന്താണ്, പൂരക വസ്തുക്കളാണ്. നമുക്ക് എന്തായാലും പൂരക സാധനങ്ങളാണ് അല്ലേ. നമുക്ക് 2ഉം ആവശ്യമാണല്ലേ. നമുക്ക് പെട്രോൾ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 2ഉം നമുക്ക് ആവശ്യമാണ്. അത് കാരണം തന്നെ അതിന് പൂരക സാധനങ്ങൾ എന്ന് പറയാം. ഇനി പാനയും മഷിയും അല്ലേ. പാനയും മഷിയും, നമുക്ക് മഷിയും വേണം പാനയും വേണം അല്ലേ. പാനയും മഷിയും വേണം. ഇനി ഇവിടെ ഒരു സാധനത്തിന് വില കൂടിയാൽ മറ്റേ സാധനത്തിന് ചോദനം കുറയുന്നു. ഇവിടെ നമുക്ക് പാനയുടെ വില കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, മറ്റേ സാധനത്തിന് നമ്മുടെ അടുത്തത് വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ അളവ് കുറയ്ക്കാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ മറ്റേ സാധനത്തിൻ്റെ ചോദനം കുറയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. എന്താണ് ചോദനം എന്ന് മനസ്സിലായല്ലേ. സാധനത്തിൻ്റെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത്. നമുക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ സാധനത്തിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, മറ്റ് സാധനങ്ങളുടെ വിലകൾ ഒക്കെ എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചോദന നിയമം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരയ്ക്കുന്ന അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല.
ചോദനത്തിൽ ചോദനിക്കുന്ന മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു സാധനത്തിൻ്റെ വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ചോദന നിയമം എന്ന് പറയുന്നത്. വിപരീത ബന്ധമാണ് സാധനത്തിൻ്റെ വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധം. നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കാമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി എന്താണ് ഉൽപാദനം എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കളെ 3ാമത്തെ അധ്യായത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ന് പറയാം ഉൽപാദനം എന്ന് പറയാം അല്ലേ. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അസംസ്കൃത വസ്തുക്കളുടെ സംയോഗത്തെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇവയെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറയുന്നതാണ് അല്ലേ. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പരമാവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അസംസ്കൃത വസ്തുക്കളുടെ സംയോഗത്തെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് മൊത്തം ഉൽപ്പന്നം എന്ന് വെച്ചാൽ മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു ഉൽപ്പാദന ഘടകത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ടിനെ മൊത്തം ഉൽപ്പന്നം എന്ന് പറയും. അതായത് മറ്റു ഉൽപ്പാദക ഘടകങ്ങളൊക്കെ അവിടെ സ്ഥിരമാക്കി നിർത്താണ്, ഒരെണ്ണം മാത്രം ഒരു ഉൽപ്പാദന ഘടകത്തിൽ മാത്രം മാറ്റം വരുത്താണെങ്കിൽ വരുത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി ശരാശരി ഉൽപ്പന്നം എന്ന് വെച്ചാലോ ഒരു യൂണിറ്റ് വിഭേദക ഉൽപ്പാദന ഘടകത്തിൻ്റെ ഔട്ട്പുട്ടിനെയാണ് ശരാശരി ഉൽപ്പന്നം എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് വിഭേദക ഉൽപ്പാദന ഘടകത്തിൻ്റെ ഔട്ട്പുട്ടിനെ ശരാശരി ഉൽപ്പന്നം എന്ന് വിളിക്കും. മൊത്തം ഉൽപ്പന്നം എന്ന് വെച്ചാലോ എല്ലാത്തിനും കൂടിയിട്ട് പറയുന്നതാണ് അല്ലേ. അതായത് ഉൽപ്പാദന ഘടകങ്ങളിൽ ഒരെണ്ണം കൂടാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ ലഭിക്കുന്ന മൊത്തം ഔട്ട്പുട്ടിനെ മൊത്തം ഉൽപ്പന്നം എന്ന് പറയും. ശരാശരി ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വിഭേദക ഉൽപ്പാദന ഘടകത്തിൻ്റെ ഔട്ട്പുട്ടിനെയാണ് ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സീമാന്ത ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വിഭേദക ഉൽപ്പാദന ഘടകം ഉപയോഗിക്കുമ്പോൾ ആകെ ഉൽപ്പന്നത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ അളവാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് വിഭേദക ഉൽപ്പാദന ഘടകം ഉപയോഗിച്ചപ്പോൾ അതിൽ ആകെ ഉൽപ്പന്നത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ അളവ് അല്ലേ, കൂട്ടിച്ചേർക്കപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ അളവിനെയാണ് സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആ വേർഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി എന്താണ് ഉൽപ്പാദന ചെലവ്? അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ഉൽപ്പാദക യൂണിറ്റ് നടത്തുന്ന വിവിധ ഇനം ചിലവുകളെയാണ് ഉൽപ്പാദന ചെലവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഉണ്ടാകുന്ന ചെലവിനെയാണ് ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. ഇതിൽ ഹ്രസ്വകാല ചെലവുമുണ്ട്, ദീർഘകാല ചെലവുമുണ്ട്. ഹ്രസ്വകാല ചെലവുമുണ്ട്, ദീർഘകാല ചെലവുമുണ്ട് അല്ലേ. ഹ്രസ്വകാല ചെലവുമുണ്ട്, ദീർഘകാല ചെലവുമുണ്ട്. ഹ്രസ്വകാല ചെലവ് എന്ന് പറയുമ്പോൾ അതിൽ സ്ഥിര ചെലവ് വരും, വിഭേദക ചെലവ് വരും, മൊത്തം ചെലവ് വരും, ശരാശരി സ്ഥിര ചെലവ്, ശരാശരി വിഭേദക ചെലവ്, ശരാശരി ചെലവ്, സീമാന്ത ചെലവ്, ദീർഘകാല ചെലവ് എന്നിവയൊക്കെ വരും. സ്ഥിര ചെലവ് വരും, വിഭേദക ചെലവ് വരും, മൊത്തം ചെലവ് വരും, പിന്നെന്താണ് ശരാശരി സ്ഥിര ചെലവ് വരും, ശരാശരി വിഭേദക ചെലവ് വരും, പിന്നെ ശരാശരി ചെലവ് വരും, സീമാന്ത ചെലവ് വരും. അതായത് സ്ഥിര ചെലവ് എന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറാത്ത ചെലവിനെയാണ് സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. സ്ഥിരം എന്ന് വെച്ചാൽ മാറില്ല അല്ലേ, മാറാത്ത ചെലവിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉൽപ്പാദനം ഒന്നും നടക്കാത്തപ്പോഴും എന്തുണ്ടായിരിക്കും? ഈ ചിലവ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വാടക കൊടുക്കണം. നമുക്ക് അവിടെ അധികം ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് എടുത്തു, ആ ഷോപ്പിൽ നമുക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വാടക എന്തായാലും കൊടുക്കണം അല്ലേ. വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ വാടക എന്തായാലും കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണ്ടേ, ഇൻഷുറൻസ് കൊടുക്കണ്ടേ അല്ലേ, സ്ഥിര ജീവനക്കാരുടെ ശമ്പളം കൊടുക്കേണ്ടതാണ് സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. അവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഇനി വിഭേദക ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദനത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്ന ചെലവിനെയാണ് വിഭേദക ചെലവ് എന്ന് പറയുന്നത്. കറണ്ട് ചാർജ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ സ്ഥിര ചെലവ് എന്ന് പറയുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കില്ല അല്ലേ, കറണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ വിഭേദക ചെലവ് എന്ന് വെച്ചാൽ എന്താണ് ഉൽപ്പാദനത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്ന ചിലവാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് ചാർജും അസംസ്കൃത വസ്തുക്കളുടെ ചിലവൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് മാറുന്ന ചിലവാണ് അല്ലേ. നെക്സ്റ്റ് മൊത്തം ചിലവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ചിലവുണ്ടല്ലോ, ഈ സ്ഥിരം ചിലവ് വിഭേദക ചിലവുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് മൊത്തം ചിലവ് എന്ന് പറയുന്നത്. ഇനി ശരാശരി സ്ഥിര ചിലവ് എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സ്ഥിര ചിലവിനെയാണ് ശരാശരി സ്ഥിര ചിലവ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവിനെയാണ് സ്ഥിര ചിലവിനെയാണ് ശരാശരി സ്ഥിര ചിലവ് എന്ന് പറയുന്നത്. ഇനി ഓരോ യൂണിറ്റ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭേദക ചെലവിനെയാണ് ശരാശരി വിഭേദക ചിലവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ ശരാശരി ചിലവ് കിട്ടും. ഇനി സീമാന്ത ചിലവ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഉൽപ്പന്നം കൂടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചിലവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ചിലവ്. നമ്മൾ പറഞ്ഞു സീമാന്തം എന്ന് വെച്ചാൽ എന്തോ സംഭവങ്ങൾ ആഡ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് കൂടി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ചിലവിനെ സീമാന്ത ചിലവ് എന്ന് പറയും. ദീർഘകാല ചിലവ് എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട്. ദീർഘകാല ശരാശരി ചിലവുമുണ്ട്, ദീർഘകാല സീമാന്ത ചിലവുമുണ്ട്. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്
പിന്നെ കുറച്ച് ഡയഗ്രാം വരയ്ക്കാനുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് വരുമാനം ബഡ്ജറ്റാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കൂടെ ചെയ്യാം. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം ഞാൻ NCERT ഇങ്ങനെ SCERT കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ തരുന്നത്. NCERT മാത്രമായിട്ട് തരാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പ്ലേലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും.